താരസംഘടനയായ അമ്മയുടെ നേതൃനിരയിലേക്ക് യുവതാരങ്ങൾ എത്തണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വനിത വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയരുന്നു. WCC അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ശ്വേതാ മേനോൻ, അനന്യ എന്നിവരുടെ പേരുകൾ ഉയരുന്നുണ്ട്. ഇതിനു പുറമെ മുതിർന്ന അംഗം മല്ലിക സുകുമാറിന്റെ പേരും സജീവ ചർച്ചയാണ്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട് ഈ തലമുറ മാറ്റത്തിനൊപ്പം വനിതാ നേതൃനിര ഉയർന്നു വരണം എന്നുള്ള ആവശ്യത്തിനൊക്കെ എത്രത്തോളം അംഗീകാരം ലഭിക്കും അശ്വിൻ? ഉന്മേഷ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമ്മയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ അമ്മയിൽ ആവശ്യമുയരുന്ന ഒന്നാണ് ഒരു തലമുറ മാറ്റം. അതിന് പിന്നാലെ കഴിഞ്ഞ ഈ പുതിയ ഭരണസമിതിയിൽ ജഗദീഷ് ഒരു വിമത സ്വരമായി അല്ലെങ്കിൽ ഒരു എതിർ സ്വരമായി നിലകൊള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ യുവതാരങ്ങൾ അമ്മയിലെ ചില തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന കാഴ്ചയും ഇന്നും നമ്മൾ കണ്ടതാണ്. അതായത് പ്രസിഡന്റ് കൂട്ടരാജ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു കൂട്ടം യുവതാരങ്ങൾ അമ്മയ്ക്കുള്ളിലുണ്ടായിരുന്നു. ആ പ്രശ്നം കൂടി അല്ലെങ്കിൽ ആ ഒരു വിഷയം കൂടി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് യുവതാരനിര അമ്മയുടെ നേതൃനിരയിലേക്ക് എത്തണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. 506 അംഗങ്ങളുള്ള അമ്മയുടെ സംഘടനയിൽ യുവതാരങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട് പുതിയ കാലത്ത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഊർജ്ജസ്വലരായ ആളുകളെ നേതൃനിരയിലേക്ക് എത്തിക്കണമെന്നുള്ള ആവശ്യമാണ് ഇന്നു മുതൽ വീണ്ടും സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഒപ്പം വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത എന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉയരുന്നുമുണ്ട്. ഈ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ അവിടെയും സജീവ ചർച്ച ആരംഭിച്ചിരുന്നു. അത് ശ്വേതാ മേനോന്റെ പേരുകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് മല്ലിക സുകുമാരൻ, ഒരു മുതിർന്ന അംഗം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്തായാലും സജീവ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. തിരക്കിട്ട നേതൃത്വത്തിൽ പുതിയ ഒരു ഇലക്ഷൻ പാനൽ രൂപീകരിക്കാനുള്ള ആലോചനകളും സജീവമായി തുടരുന്നുണ്ട്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.